ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫാണ്. സോ രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീക്കുന്ന ഒരാളാണ്. പണ്ട് തൊട്ടേ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെഡിലൊക്കെ റെഡിയാക്കി എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോകാറുള്ളൂ. ഞാൻ നോർമലി മേളിലാണ് കിടക്കുന്നത്, എൻ്റെ റൂം മേളിലാണ്. പക്ഷേ ഇത്തവണ ഡാഡ വന്നിട്ട് പറഞ്ഞു ഇവിടെ കിടക്കുവോ, 2 ആഴ്ച എല്ലാം ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്ക് ചെറിയൊരു മിസ്സിങ് എല്ലാം തോന്നി. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നു കേട്ടോ കിടന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പല്ല് തേപ്പ്, ഫേസ് വാഷ് അങ്ങനത്തെ ഉള്ള പരിപാടികളിലേക്കായിരുന്നു ഞാൻ കടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നോർമലി ചായ എല്ലാം കുടിച്ചിട്ടാണ് പല്ലൊക്കെ തേക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിക്കാനായിട്ട് പോയത്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഭയങ്കര ഡ്രൈ സ്കിൻ ആണ്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഫോമിങ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് ഇഷ്ടം. ഞാനൊരു ഡീപ്പ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലീൻ ആൻഡ് ക്ലിയർ അങ്ങനെ പറഞ്ഞിട്ടൊരു ഫേസ് വാഷ് ആണ് യൂസ് ആക്കുന്നത്. അങ്ങനെ ഫേസ് വാഷ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ മോയ്സ്ചറൈസിങ് ക്രീമാണ് ആദ്യമേ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ മസാജ് ചെയ്യും. ഒരു 4 to 5 minutes ഞാൻ നല്ലോണം മസാജ് ചെയ്യും. കാരണം എൻ്റെ ഫേസ് ഭയങ്കര കുഞ്ഞ് ഫേസാണ്. അപ്പം ഞാൻ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കും. മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കൻ്റെ സൺസ്ക്രീൻ ആണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. നല്ലപോലെ ലിപ്സ് ഞാൻ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ യൂസ് ആക്കുന്ന ലിപ് ബാം എന്ന് പറയുന്നത് ഷാംബറിന്റെ ലിപ് ബാം ആണ്. എൻ്റെ നോർമൽ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ ആണ്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ട്രീറ്റ് ചെയ്തിട്ടേക്കുന്നത്. സോ ഞാനിപ്പോൾ നിലവിൽ ബ്ലോ ഡ്രൈ ചെയ്തിട്ടേക്കുന്ന ഹെയർ ആണ്. അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. ഏകദേശം 1 year നിന്നു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയായിരുന്നു മുടി 2 സൈഡിലും പിന്നി കിട്ടിയൊക്കെ തന്ന് വിട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഭയങ്കര പാടായിരുന്നു കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനും. കുറേ ഞാനും മമ്മിയൊക്കെ തമ്മിൽ ഭയങ്കര തല്ലും പിടിയൊക്കെ ആയിട്ടായിരിക്കും മുടിയൊക്കെ കെട്ടിയിട്ട് പോവുക. അന്നേ ഞാൻ തീരുമാനിച്ചത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ, സ്കൂളിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കുറച്ച് നല്ല രസത്തിലിടണം, അങ്ങനെയൊക്കെ ഞാൻ പണ്ടോട്ടേ വിചാരിക്കുന്നതാണ്. ഞാൻ നാട്ടിലേക്ക് വരികയെന്ന് വീട്ടിൽ വിളിച്ച് പറയുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് മമ്മിയുടെ ചായയാണ്. എനിക്ക് പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ ചായ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ കമ്പയർ എല്ലാം ചെയ്യാറുണ്ട്, ഇവിടുത്തെ ചായയാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നൊക്കെ ഉള്ളത്. സോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചായയെ പറ്റി ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ അവരിങ്ങനെ പറയും, ചായയെ പറ്റി ഇത്രയൊക്കെ പറയാനുണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ്. ഇപ്പം വേറൊരു തണുപ്പ് സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ പോയിട്ട്, അല്ലെങ്കിൽ പുലർച്ചെ ഏത് സമയത്ത് ചായ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കുടിക്കാൻ പറ്റുന്ന ഭയങ്കര അടിപൊളി സംഭവം. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിച്ചത് ദോശയും കടലക്കറിയായിരുന്നു. ഞാൻ അധികം ദോശ എടുത്തിട്ടില്ല, ഒരു 3 ദോശ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. സോ ഗൈസ്, ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ മുടിയുടെ തുമ്പൊന്ന് കുറച്ച് വെട്ടിത്തരുമോ, കുറച്ചിങ്ങനെ വാല് പോലെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മമ്മി വെട്ടിത്തരാന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് വിചാരിച്ചില്ല. ലൈക്ക് എനിക്ക് ഷോർട്ടാക്കുന്ന ഹെയറാണ് കൂടുതൽ ഇഷ്ടം. അമ്മയ്ക്കാണെങ്കിൽ ഈ കളർ ചെയ്ത മുടി തീരെ ഇഷ്ടമല്ല. അമ്മ എന്ത് ചെയ്ത് തുമ്പ് വെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഞാൻ കളർ ചെയ്ത മുടിയോടെ കയറ്റി അങ്ങ് വെട്ടി. ഇപ്പം എൻ്റെ മുടി കിടക്കുന്ന നോക്ക്. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, വെട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ കളർ ചെയ്ത മുടി അപ്പടി പോയി. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ അമ്മമാരുണ്ടോ പ്ലീസ്? സോ ഗായ്സ്, ഇവിടെ അടിപൊളി കാറ്റൊക്കെയാണ്, നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ പ്രകൃതി രമണീയമായിട്ടിരിക്കാൻ നല്ല രസമാണ്. ഞാൻ നാളെ തിരിച്ചു പോകും ഗൈസ്. വിഷമാവുന്നു. എനിക്ക് പോവണ്ട, അയ്യോ. ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ഞാൻ ഇവിടെ ഉണ്ടായി. അതും ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ ഞാൻ ഇത്രയും ദിവസം കിടന്ന് ഉറങ്ങിയതൊക്കെ ഏതോ 2 ദിവസം മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് കിടന്നുള്ളൂ. സാധാരണ എല്ലാ തവണ വരുമ്പോൾ ഞാൻ മുകളിൽ കിടക്കുക. എനിക്ക് ഇത്രയും ദിവസം ഇവരുടെ കൂടെ ഇങ്ങനെ നിന്ന് ഇപ്പോൾ പോകാൻ തോന്നുന്നില്ല. എനിക്ക് ആക്ച്വലി ബാംഗ്ലൂർ ഇസ് ലൈക്ക് എ സെക്കൻഡ് ഹോം ഫോർ മീ. പക്ഷെ എന്നാലും ഇവിടുന്ന് പോകുമ്പോൾ എന്തോ ഒരു വിഷമമാണ്. അത് ഓർക്കുമ്പോൾ ഇങ്ങോട്ട് വരാനും തോന്നത്തില്ല. അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞാൽ അത് നോർമലാവും. പക്ഷെ ചെന്ന് 2 ദിവസം ഭയങ്കര പാടാണ്. ലൈക്ക് ഇവിടെ ആകുമ്പം മമ്മി എല്ലാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുതരും. അവിടെ ചെന്നാൽ നമ്മളിനി എല്ലാം സ്വന്തമായിട്ട് മമ്മീന്ന് നീട്ടി വിളിച്ചാൽ തരത്തില്ലല്ലോ. ആ ഒരു ചെറിയ വിഷമം. പിന്നെ ഇത്രയും കൊല്ലത്തിൽ എൻ്റെ അപ്പൻ്റെ കൂടെ അങ്ങനെ നിൽക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ആടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. ഒരു വിഷമം.
ഇപ്പം സമയം ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകാറായിട്ടുണ്ട്. നാട്ടിലത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. മേ ബി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ തണുപ്പാണല്ലോ ബാംഗ്ലൂരിൽ. സോ മമ്മി എനിക്കൊരു ടാങ്കൊക്കെ കലക്കി തന്നായിരുന്നു. എന്നിട്ട് മമ്മി അവിടെ നിന്ന് പറയുമായിരുന്നു, നീ വീഡിയോ എടുക്കുന്നതൊക്കെ കൊള്ളാം, എന്നെ അതിനകത്ത് ആക്കിയൊന്നും ചെയ്യരുത്. അപ്പോൾ ഞാൻ മമ്മി പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. മമ്മി ഇപ്പം ഞാൻ വീഡിയോയിലിടും. ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. സോ ഗൈസ്, എൻ്റെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നോർമലി കുറച്ച് സമയം കിടന്ന് ഉറങ്ങാറല്ല ഉണ്ട്. കാരണം എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഓർത്തു നെയിൽ പോളിഷൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ നല്ലൊരു ഷെയ്ഡൊക്കെ ഇടാമെന്ന് ഓർത്തു. സോ ആദ്യമേ ഞാൻ ഈ മിൻ ഗ്രീൻ പോലത്തുള്ളൊരു ഷെയ്ഡാണ് ഇട്ട് നോക്കിയത്. പിന്നെ ഞാനിത് എപ്പോഴും ഇടുന്നൊരു കളർ തന്നെയാണ്. അപ്പോൾ ഇല്ലാത്തൊരു കളർ ട്രൈ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു കാഡ്ബറി കളർ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. സത്യം പറഞ്ഞാൽ നല്ല കോമഡി ആയിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായി. എനിക്ക് പൊതുവേ ഈ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മമ്മി എപ്പോഴും പറയാറുണ്ട്, നീ ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല ചെയ്യാറ്, നിനക്കെന്തോ പ്രശ്നമുണ്ടെന്നല്ല മമ്മി എപ്പോഴും പറയാറുണ്ട്. സോ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉള്ളൊരു ആളാണ്. അതായത് എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും മോഡലിങ് ഇങ്ങനത്തെ ഉള്ള ഫീൽഡിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷെ എൻ്റെ വീട്ടിലിതൊന്നും അത്ര സപ്പോർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ച ഒരാളാണ്. ബന്ധക്കാരെ നാട്ടുകാരെയൊക്കെ പേടിച്ചിട്ടാണ് അവർ ഈ ഒരു ഡിസിഷൻ എടുത്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പണ്ടത്തെ ഞാൻ ഇതൊക്കെ മൈൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോഴത്തെ ആളെന്ന് പറഞ്ഞാൽ ഇതൊന്നും തീരെ മൈൻഡ് ചെയ്യാറില്ല. ഞാനിപ്പോൾ എൻ്റെ സ്കൂട്ടി ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് ഓർത്തു. കാരണം ഇവിടെ ഞാൻ ആകെ സ്കൂട്ടർ എടുക്കത്തുള്ളൂ. ഇത് വണ്ടി ഓടാതിരുന്നാൽ പ്രശ്നമാണല്ലോ. സോ എനിക്ക് സ്കൂട്ടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. കാറ് മേടിച്ചതിന് ശേഷം ഞാൻ കൂടുതലും കാറിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ആൻറ്റി വന്നിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മമ്മി. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ കുറച്ച് സാധനങ്ങളൊന്ന് വീട്ടിലോട്ടാക്കി കൊടുക്കാൻ വേണ്ടി മമ്മി പറഞ്ഞ് അങ്ങോട്ടൊന്ന് ആക്കാം. അപ്പോൾ ഞാൻ ഓർത്തു സ്കൂട്ടർ ഒന്ന് പൊടി തട്ടി എടുക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു തോട്. അപ്പുറത്തെ സൈഡും ഉണ്ട്. നല്ല രസമുണ്ട് ആക്ച്വലി ഇവിടെ ഇങ്ങനെ നടക്കാനൊക്കെ. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. ഞാൻ ഓർത്തു റോഡിൽ വരെ പോയിട്ട് വരാം. മീൻസ് എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് ത്രെഡൊക്കെ ചെയ്തിട്ട് വരാം. കാർ എടുക്കണം. ഓക്കെ, ഞാൻ തിരിച്ചു വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പുരുകം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. വേഗം പോയി വേഗം നിങ്ങൾ വന്നു. നല്ലോണം ചെയ്ത് തന്നു കേട്ടോ. പക്ഷെ കുറച്ച് വേദനിച്ചു. പുറത്തൊക്കെ പോയി വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഊഞ്ഞാലാടുക എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ പൊതുവെ എല്ലാവർക്കും ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ 2 ഊഞ്ഞാലെല്ലാം വീട്ടിൽ എൻ്റെ ആടെ പണിഞ്ഞിട്ടിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ മൈൻഡ് എന്ത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്നറിയോ, ഒന്നും നമുക്ക് ചിന്തിക്കണ്ട. അതിനുശേഷം ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞാൻ ഓർത്തു വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന്. പക്ഷെ പിന്നെ ഓർത്തു അതിനകത്ത് ഒന്നുമില്ല. സോ നാളത്തെ കുറച്ച് ബിറ്റ്സും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ ഓർത്തു. സോ ഗായ്സ്, ഇത് വന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ ഞാൻ ലാപ്ടോപ്പിൻ്റെ മുന്നിലിരിക്കുന്നത്. ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് വേണം ചായ കുടിക്കാൻ, എന്നാലേ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. സോ ഈ ടൈമിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഈ ടൈമിലാണ് കാണാറ്. പിന്നെ കഴിഞ്ഞാൽ എനിക്ക് അധികം ടൈം അങ്ങനെ കിട്ടാറില്ല. സോ എൻ്റെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് തനി മലയാളിയാണ്, ഐഷു ചേച്ചിയായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. സോ പുള്ളിക്കാരത്തിൻ്റെ വ്ളോഗൊക്കെ ഞാൻ പണ്ടോട്ടേ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിൻ്റെ വ്ളോഗ്സ് എടുത്ത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പുള്ളിക്കാരത്തിൻ്റെ വ്ളോഗ്സൊക്കെ. നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ആരാന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യട്ടോ. ഞാൻ ഇന്നാട്ടോ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നത്. 2 ആഴ്ചത്തോളം ഞാൻ ഏകദേശം ഇവിടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമമാവുന്നു. അപ്പോൾ ഞാൻ മമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് കഞ്ഞിയും അച്ചാറും തരുവാണ്. കാരണം നാട്ടിൽ വന്നാൽ എനിക്ക് കഞ്ഞി അച്ചാറൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൈകിട്ടാണ് പോകുന്നത്. അതുവരെയുള്ള വ്ളോഗ് ഞാൻ എടുക്കത്തില്ല. കാരണം ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കരഞ്ഞ് കുളം വന്നു. ഇന്നലെ തൊട്ടേ ഞാൻ ഡാഡിയുടെയും മമ്മിയുടെയും പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ നാളെ പോവുക. അപ്പം ഡാഡി ചോദിക്കും, നീ ദുബായിക്കൊന്നുമല്ലോ പോകുന്നത്, ബാംഗ്ലൂർക്കല്ലേ. എന്നാലും ആദ്യത്തെ കുറേ ദിവസം ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. പോരാത്തതിന് ഇത്തവണ ഡാഡി ഉണ്ടായിരുന്നല്ലോ. എല്ലാ തവണ അങ്ങനെ വരുമ്പോൾ ഡാഡി ഉണ്ടാവാറില്ലല്ലോ. അതിൻ്റെ നല്ല വിഷമമുണ്ട് എനിക്ക്. ഇവിടെ ആണെങ്കിൽ ഫുൾ കുറേ പണിക്കാരൊക്കെ ഉണ്ട്. എന്തോ പണിയുണ്ട് ഇവിടെ.
പുറത്തേക്ക് എന്തോ ബാത്റൂം വെക്കുന്നു, അങ്ങനെ കുറച്ച് സംഭവമൊക്കെ. ആക്ച്വലി ഞാൻ അന്ന് തൊട്ട് ഡാഡിക്ക് പണിയാണ് ഇവിടെ. എന്തൊക്കെയോ പുറത്ത് കാര്യങ്ങൾ, നമുക്ക് പറമ്പിൽ എന്തൊക്കെയോ പണികൾ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ബിസി ഷെഡ്യൂളാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് പെട്ടി പാക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം അധികം സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത്തവണ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചാണ് കൊണ്ടുപോകുന്നുള്ളൂ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോകല്ലോ. ഞാൻ പെട്ടിയാണ് നോർമലി എടുക്കുന്നതാണ്. എൻ്റെ പെട്ടിയാണ് ഇപ്പോൾ 2-3 തവണയായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. കാരണം എനിക്ക് മുതുകത്ത് ഇങ്ങനെ തോളിലിങ്ങനെ ഇട്ട് വരാൻ ഭയങ്കര പാട്. മറ്റേ ട്രാവലർ വെയിറ്റ് ആയിരിക്കുമല്ലോ. ഇതാകുമ്പം ജസ്റ്റ് കയറ്റി വെക്കുകയൊക്കെ കണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടിയെ മുട്ടിക്കൊണ്ടങ്ങ് പോയാൽ മതി. അതാണ് എനിക്ക് കുറച്ച് സുഖമായിട്ട് തോന്നിയത്. അപ്പോൾ ഇനി ഞാൻ അടുത്ത പെട്ടി പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമില്ല എൻ്റെ മുടി അടക്കുന്ന. മമ്മി ഇന്നലെ മുടി വെട്ടിത്തന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇത്രയേ ഉള്ളൂ. കുഞ്ഞു മക്കളെല്ലാം പോയില്ലേ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നുപോയി. ഞാൻ ഒഫീഷ്യലി റിസൈൻ വെച്ചു. കറണ്ട്ലി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ റിസൈൻ വെച്ചു. ഏപ്രിലാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. 3 മാസം നോട്ടീസ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നോട്ടീസ് പീരീഡിലാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിലവിലില്ല. ഗോ വിത്ത് ദ ഫ്ലോ ആണ്. ഞാൻ കുറച്ച് ഹോസ്പിറ്റൽസൊക്കെ നോക്കുന്നുണ്ട്, നാട്ടിലും ബാംഗ്ലൂരുമായിട്ട്. എവിടെ കിട്ടിയതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് നാളത്തേക്ക് ജോലി ചെയ്യാനാണ് പ്ലാൻ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ മുടിയൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടാണെന്ന് തോന്നുന്നു. ചെറിയ കൊച്ചുങ്ങളെ പോയി ഇരിക്കുന്നുണ്ടാണോ എന്തോ. എവിടെ ഒരു പുള്ളിക്കാരൻ വന്നു, ഇവിടെ അറിയുന്ന ആരോ ആണ്, എനിക്കറിയില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ചോദിച്ചു എൻ്റെ അടുത്ത്, ഇവിടുത്തെ മോളല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്നൊക്കെ പറഞ്ഞു. അപ്പം മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? അപ്പം ഞാൻ പറഞ്ഞു സ്കൂളിലല്ല, ഞാൻ ജോലി ചെയ്യാന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നിട്ട് എന്നോട് ചോദിച്ചു, ജോലി ചെയ്യുവാണോ മോള്? സ്കൂളൊക്കെ കഴിഞ്ഞാണോ? അപ്പം ഞാൻ പറഞ്ഞു സ്കൂള് കഴിഞ്ഞിട്ടാണ് കുറേ കൊല്ലമായി. ഞാൻ പറഞ്ഞു കോളേജും കഴിഞ്ഞു, ജോലിയാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു മോള് ചെറിയ ഏതോ മോളായിരിക്കും അങ്ങനെയൊക്കെ. എന്ത് ചെയ്യാനാ, ചർമ്മം കണ്ട പ്രായം പറയോ. ഡാഡ എൻ്റെ അടുത്ത് പറയാം ഇനിയെങ്കിലും പ്രായത്തിനുള്ള രീതിയിൽ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കാൻ. സോ ഗൈസ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. അവിടെ പണികളൊക്കെ നടക്കുന്നതിന് ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനിപ്പോൾ റോഡിലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളിൽ പോവാണല്ലോ, അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാണ്. പിന്നെ ഇതാണ് എൻ്റെ ടോപ്പ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. കാണിച്ചു അല്ലല്ലേ. ഞാൻ പോവാണ് കടയിൽ. ഭയങ്കര വെയിൽ. സോ അതാണ് ഇപ്പോൾ കുടയൊക്കെ എടുത്ത്. ഞാൻ കുറച്ച് റെഡിമെയ്ഡ് ടോപ്സ് എടുക്കാനും പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ടോപ്സ് എല്ലാം കൊടുക്കാനായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇന്നാണ് തിരിച്ച് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ബേക്കറിയും കാര്യങ്ങളെല്ലാം മേടിക്കാനായിട്ട് ഞാനൊരു ബേക്കറിയിലെല്ലാം കയറി. സോ ഗൈസ്, നമ്മളത് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. ഒടുക്കത്തെ വെയിൽ. നടന്നു പോകുന്നത് വാസ് എ വെരി ബാഡ് ഡിസിഷൻ ഓഫ് മൈ ലൈഫ്. സോ ഗൈസ്, ഞാനിപ്പം എന്തൊക്കെയാണ് മേടിച്ചതെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് ഞാനൊരു ടോപ്പാണ് മേടിച്ചത്. ഇത് കാണിച്ചു തരാം. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ടൊരു ബോട്ട് നെക്ക് വന്നിട്ട് അതിൻ്റെ താഴത്താണ് ഹൈലൈറ്റ്. നോക്കിക്കേ ഇതൊരു ഭംഗിയാണ്. ഇങ്ങനെ ഒരു കുഞ്ഞി പൂവൊക്കെ വെച്ചിട്ട് ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് എടുത്തത്. നല്ലൊരു ടോപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് ലിയ ബുട്ടീക്ക്, ഡിസൈനർ ബുട്ടീക്കാണ്, ഓർഡർനൗട്ടാണ്. സോ ഇത് നല്ലൊരു ടോപ്പാണ്. പിന്നുള്ളത് ഒരു സെറ്റാണ് ആക്ച്വലി. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണുള്ളത്. ഒരു കോട്ടനാണ് വിത്ത് പാൻറ്റും ഉണ്ട്, അതിൻ്റെ കൂടെ ഷോളുമുണ്ട്. ഇത് അതിൻ്റെ ഷോളാണ്, ഇത് അതിൻ്റെ പാൻറ്റ്, ബോട്ടം. ഓക്കെ, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ
എനിക്ക് കുറച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ ലെഗിൻസും ജീൻസും അങ്ങനത്തെ ഒരു സാമഗ്രികളും അലൗഡ് അല്ല. സോ അപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ സിഗരറ്റ് പാൻറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 3 എടുത്തു. പിന്നെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ്. ഇങ്ങനെ വന്നിട്ടൊരു നൈസായിട്ടൊരു ടോപ്പ്. പിന്നെ ഒന്നും കൂടി ഉണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ഞാൻ ഷോളാണ് എടുത്തിട്ട് വന്നത്. ഇത് പാൻറ്റാണല്ലോ. ഇത് വന്നിട്ട് ഒരു ടോപ്പാണ്. ഇത് ആക്ച്വലി എൻ്റെ മമ്മീൻ്റെ ടോപ്പാണ്. മമ്മിയുടെ ഒരു ചുരിദാർ സെറ്റാണ്. പുള്ളിക്കാരത്തിക്ക് കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് ഒരു തവണ കണ്ട് ഇട്ടിട്ടുള്ളൂ. സോ എൻ്റെ സൈസിലേക്ക് ഞാനിങ്ങനെ എടുത്തു. മമ്മി പറഞ്ഞു ഇവിടെ യൂസ് ഇല്ലാണ്ടിരിക്കുക, ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചിരുന്നതാ. സോ എന്നാൽ പിന്നെ നിനക്ക് കറക്റ്റാണെങ്കിൽ നീ എടുത്തോളാം. കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ ചെയ്തു. കൈ കുറച്ച് ടൈറ്റാണ്, അല്ല കറക്റ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് പരിപാടിക്കാണ് ഞാൻ റോഡിൽ വരെ പോയത്. എനിക്ക് പെട്ടി പാക്ക് ചെയ്യാനായിട്ട് ഓർത്തിട്ട് തല ഇറങ്ങുന്നു ഗൈസ്. കാരണം കുറേ സാധനങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചതിലും കുറേ ടോപ്പുകൾ ഇപ്പം ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് സ്റ്റിച്ച് ചെയ്തതൊക്കെയുണ്ട്. ഇനി അതൊക്കെ വെക്കണം, അടിയാവും. സോ ഗൈസ്, ഞാനപ്പോൾ എൻ്റെ ഇതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പെട്ടി കയറ്റിയാൽ മതി, അതാണ് ടാസ്ക്. ഇതെല്ലാം കൂടെ കയറുമെന്നുള്ളതാണ് ഇപ്പോൾ ഡൗട്ട്. നോക്കാം. പിന്നെ ഇതിൽ എൻ്റെ ഇന്നോവിയേഴ്സാണ്, പിന്നെ ബാക്കി കുർത്തി അതൊക്കെ. സോ നമ്മുടെ വീട്ടിലത്തെ അവസാനത്തെ ലഞ്ചും കഴിച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.